ആദ്യ ദിനങ്ങളിൽ കടുത്ത ഡീഗ്രേഡിംഗ് നേരിട്ട സിനിമ. ദൈർഘ്യം കൂടുതലാണെന്ന കാരണം കൊണ്ട് ലാഗ് എന്നുവരെ ചിലർ വിധി എഴുതി. എന്നാൽ രണ്ടാം ദിവസമായപ്പോഴേക്കും കഥ മാറി. ഇന്ത്യയിലൊട്ടാകെ ദുരന്തർ കത്തിപ്പടരാൻ തുടങ്ങി. അങ്ങ് കശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ എങ്ങും ദുരന്തർ തരംഗം. അത് ചെന്നെത്തിയത് 1000 കോടിയിലേക്കാണ്. ഇപ്പോഴിതാ ദുരന്തർ 2ന്റെ ട്രെയിലർ പുറത്തിറങ്ങുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. അക്ഷരാർത്ഥത്തിൽ ബോളിവുഡിനെ ഞെട്ടിച്ച റെക്കോർഡുകളെല്ലാം തകർത്തെറിഞ്ഞ വിജയമായിരുന്നു ദുരന്തറിൻ്റേത്. ആദ്യ ദിനം 28 കോടിയിൽ തുടങ്ങിയ സിനിമയ്ക്ക് പിന്നീട് കളക്ഷനിൽ വലിയ കുതിപ്പുണ്ടാക്കാനായി. 28 കോടിയിൽ നിന്ന് തൊട്ടടുത്ത ദിവസങ്ങളിൽ സിനിമ നേടിയത് 32ഉം 43ഉം കോടിയാണ്. പുറത്തിറങ്ങി 10ാം ദിവസം സിനിമ നേടിയതാകട്ടെ 58 കോടിയായിരുന്നു. അതായത് ആദ്യ ദിവസത്തെക്കാൾ ഇരട്ടി. പിന്നീട് ദുരന്തറിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ആദ്യ വാരത്തിൽ 207 കോടി പിന്നിട്ട സിനിമ ഇന്ത്യയിൽ നിന്ന് 838 കോടിയാണ് നേടിയത്. ദുരന്തർ മറികടന്ന റെക്കോർഡുകൾ ഏതൊക്കെയെന്ന് ഒന്ന് നോക്കാം. അലി ഷാറുഖ് ഖാൻ കോംബോയിലെത്തിയ ജവാൻ ഇന്ത്യയിൽ നിന്ന് നേടിയ 761 കോടിയെ മറികടന്നാണ് ദുരന്തർ ഒരു ബോളിവുഡ് ചിത്രം നേടുന്ന ഏറ്റവും വലിയ കളക്ഷനിലേക്ക് എത്തിയത്. 1056 കോടിയാണ് രൺവീർ ചിത്രം നേടിയത്. ഒരു എ റേറ്റഡ് ചിത്രം നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനും ദുരന്തറിന്റെ പേരിലാണ്. രൺബീർ കപൂർ ചിത്രം അനിമൽ നേടിയ 917 കോടിയാണ് ദുരന്തർ പുഷ്പം പോലെ മറികടന്നത്. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന 4ാമത്തെ ഇന്ത്യൻ സിനിമയും ഇപ്പോൾ ദുരന്തറാണ്. SS രാജമൗലി ചിത്രം RRRനെ മറികടന്നാണ് രൺവീർ ചിത്രം 4ാമതെത്തിയത്. ദംഗൽ, ബാഹുബലി 2, പുഷ്പ 2 എന്നീ സിനിമകളാണ് ദുരന്തറിന് മുന്നിലുള്ളത്. സിനിമയുടെ 2ാം ഭാഗം ആദ്യ 3 സ്ഥാനത്തിനുള്ളിൽ ഇടം നേടുമെന്നാണ് പ്രതീക്ഷകൾ. ബാഹുബലി 2ന് പിന്നിലായി നോർത്ത് അമേരിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന ഇന്ത്യൻ സിനിമയും ഇപ്പോൾ ദുരന്തറാണ്. ആദ്യ ഭാഗം നേടിയ റെക്കോർഡുകളെല്ലാം 2ാം ഭാഗം മറികടക്കുമെന്നാണ് കണക്കുകൂട്ടൽ. അതിന്റെ ആദ്യ സൂചനകൾ തുടങ്ങിക്കഴിഞ്ഞു. സിനിമയുടെ പെയ്ഡ് പ്രീമിയർ ഷോയ്ക്കുള്ള അഡ്വാൻസ് ബുക്കിംഗുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ബുക്കിംഗ് തുടങ്ങി 24 മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് 5 കോടിയോളമാണ് സിനിമയുടെ പ്രീ ബുക്കിംഗിൽ നിന്ന് നേടിയിരിക്കുന്നത്. കേരളത്തിൽ സിനിമയുടെ അഡ്വാൻസ് സെയിൽ 24 മണിക്കൂറിൽ 20 ലക്ഷം മറികടന്നു. ബോളിവുഡ് ചിത്രം സ്ത്രീ 2 പെയ്ഡ് പ്രീമിയറിലൂടെ നേടിയ 8 കോടിയെ ദുരന്തർ 2 വളരെ വേഗം മറികടക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ആദ്യ ദിനം 50 കോടിക്ക് മുകളിൽ തന്നെ സിനിമ നേടുമെന്നും പ്രവചനങ്ങളുണ്ട്. ചിത്രം മാർച്ച് 18-ന് വൈകുന്നേരം 5 മണി മുതൽ പ്രദർശനം ആരംഭിക്കും. ആദ്യ 24 മണിക്കൂറിൽ ഇങ്ങനെയാണെങ്കിൽ ഇനിയും റിലീസിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ റെക്കോർഡുകളൊന്നും ദുരന്തർ 2 ബാക്കി വെക്കില്ലെന്നാണ് പലരും പറയുന്നത്. എന്തായാലും പ്രതീക്ഷയ്ക്കൊത്ത് ദുരന്തർ 2ന് ഉയരാനാകും എന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ചിത്രം വിജയിച്ചാൽ രൺവീർ സിംഗ് എന്ന താരത്തിന്റെ അടുത്ത ഫേസ് എന്ന് വിളിക്കാവുന്ന ഘട്ടത്തിലേക്ക് അയാൾ വളരും. വളരെ കാലം ട്രോളുകളിൽ മാത്രം ഒതുങ്ങി നിന്ന ബോളിവുഡും ദുരന്തർ ഫ്രാഞ്ചൈസിയിലൂടെ ഉയർത്തെഴുന്നേൽക്കട്ടെ.